ഇന്നത്തെ കത്ത് വായിക്കാം. കത്ത് എവിടുന്നാണ്? മുംബൈയിൽ നിന്നും നവ്യ അരുണാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? പ്രോഗ്രാം കാണാറുണ്ട്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു. എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഭർത്താവിൻ്റെ കുടുംബ ബിസിനസ്സിൽ എനിക്ക് പങ്കാളിയായാൽ കൊള്ളാമെന്നുണ്ട്. അഡ്വർടൈസിംഗ് കമ്പനിയാണ്. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് ജാതകപ്രകാരം അനുകൂലമാണോ? വളരെ അപൂർവമായ ഒരു യോഗനിലകളാണ് അത്. പാരമ്പര്യ പരിവർത്തനം എന്നാണ്. പാരമ്പര്യപരമായ ചില കഴിവുകൾ ഉള്ളവരുണ്ട്. ഉദാഹരണത്തിന് സംഗീതം, കഥാപ്രസംഗം, കലയിൽ തന്നെ 64 കലകൾ, നൃത്തം, വാദ്യം മുതലായ കാര്യങ്ങൾ, പടംവര മുതലായവ, ഹാസ്യകാര്യങ്ങൾ, എങ്ങനെ 64 കലകളും ഉപകലകളും ഒക്കെ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. അത് ചിലർക്ക് പാരമ്പര്യപരമായ ചില കഴിവുകൾ കൂടുതലായി കൊടുത്തിട്ടുണ്ട്. ആ പാരമ്പര്യ കഴിവുകളെ കാലോചിതപരമായി ഉയർത്തി അതിനെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള പരിവർത്തന യോഗവും കൂടെ ഒത്തിണങ്ങിയ ഒരു ജാതകമാണ്. അതുകൊണ്ടാണ് ഈ സഹോദരിക്ക് ഭർത്താവിൻ്റെ ബിസിനസ്സിലേക്കൊന്ന് കണ്ണോടിക്കാൻ ഇടയായത്. ഞാൻ ഇതിനകത്തൊന്ന് ഇറങ്ങി തിരിച്ചാലോ? കാരണം പരിവർത്തനം കൊണ്ട് വരികയാണ്. ഇതിങ്ങനെ തന്നെ ആയാൽ പോരാ. ഇവയ്ക്ക് ചില പരിവേഷങ്ങളൊക്കെ ഉണ്ടാക്കി ഇവയെ പുതിയ രീതിയിൽ ഉണർവുണ്ടാക്കി ലോകജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, വൈറലാകണം എന്നുള്ള രീതിയിൽ അതിനെ പൊടിപ്പും തെങ്ങിലൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരിക. കലയുടെയും കൗശലത്തിൻ്റെയും അമ്മാവൻ്റെയും വിദ്യയുടെയും ഹാസ്യത്തിൻ്റെയും കാർട്ടൂൺ വരകളുടെയും ഒക്കെ നാഥനായ ബുധൻ വളരെ ഉച്ചസ്ഥനായി നിന്നും കൊണ്ട് അത് 2 പരിവർത്തനം ചെയ്യുന്നുണ്ട്. 2 പരിവർത്തനം ചെയ്യുമ്പോൾ കണിശമായിട്ടും ഒന്ന് പാരമ്പര്യത്തെ പരിവർത്തനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതെങ്കിലും യന്ത്രസാമഗ്രികളും കൂടിയ യന്ത്രസാമഗ്രികളോട് കൂടി, അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി, BBA, ആർട്ട് ഡെലിവറി, ആർട്ട് ടെക്നോളജി മുതലായവയെ എല്ലാം ക്രോഡീകരിച്ചും കൊണ്ട് അതിനെ ചലനാത്മകമാക്കുക. മോഡേൺ ആർട്ട് അതിനെ ദേശീയമാക്കുക. ഇപ്രകാരമുള്ള ഏതെങ്കിലും പ്രസ്ഥാനമാക്കിയെടുക്കാനുള്ള ഒരു പുതുമയാക്കിയെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതിനെ പാരമ്പര്യ പരിവർത്തന യോഗം എന്നാണ്. ഈ യോഗം 37-നും 40-നും മധ്യേ വന്നെത്തിയിടും. 37 മുതൽ 40 വയസ്സിനുള്ളിൽ കണ്ടെത്തുകയും പ്രവർത്തിക്കുകയും തുടങ്ങി വയ്ക്കുകയും അവ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യും. പിന്നീടത് കുറേ കാലഘട്ടത്തിലേക്ക് കുറേ ശമ്പളക്കാരും കാര്യങ്ങളൊക്കെയായി ഏജൻസികളൊക്കെ ഉണ്ടാവും. അത് നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പാരമ്പര്യപരമായ പല കഴിവുകളെ നശിപ്പിച്ച് കളയുന്നവരുണ്ട്, നന്നാക്കിയെടുക്കുന്നവരുണ്ട്, കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, പഴയപടി ഉയർച്ചയില്ല താഴ്ചയില്ല അങ്ങനെ പോകുന്നവരുണ്ട്. അതിനെ പരിഷ്കൃത രീതികളിലേക്ക് കൊണ്ടുവരുന്നവരുമുണ്ട്. അങ്ങനെ പരിഷ്കൃതമായ രീതിയിലേക്ക് വരുന്നതിനെ പരിവർത്തനം എന്നും പറയുന്നു. കൂടിയ ഉദാഹരണത്തിന് പഴയ കാലത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന മൺചട്ടികൾ ഇന്നിപ്പോൾ മോഡേൺ രീതിയിൽ അതുകൊണ്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടത്. ആർക്കും അസ്വീകാര്യമല്ല. അതുപോലെ പാത്രങ്ങൾ, ഓട്, അതുപോലെ തന്നെ സ്വർണ്ണം കൊണ്ട് പുതിയ ഐറ്റങ്ങൾ, അതുപോലെ തന്നെ പിത്തള, ചെമ്പ്, പിന്നെ പഴയ സംഗീതങ്ങൾ മോഡിഫൈ ചെയ്ത് പുതിയ പാട്ട് ഉണ്ടാക്കുക, സംഗീത ഉപകരണങ്ങൾ പുതിയതുണ്ടാക്കുക, അതുപോലെ തന്നെ പഴയ കളരിപ്പയറ്റുകൾ രീതി പുതിയ കരാട്ടെ കുംഫുവൊക്കെ ആക്കുക, അതുപോലെ പഴയ വൈദ്യരംഗം പുതിയ രീതിയിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ 64 കലകൾ തന്നെ പുതിയ രീതികളിലേക്ക് കൊണ്ടുവരിക. അതിൽ പെടുന്നതാണ് ഈ മോഡേൺ ആർട്ടും ഒക്കെ വരുന്നത്. അതുപോലെ പരസ്യം
പ്രസ്താവനകൾ, പരസ്യത്തിന് പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടാകുക. പണ്ടൊക്കെ നമ്മളൊരു നെയിം ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ച് അമ്പലത്തിലോ ഉത്സവങ്ങളിലോ ഒക്കെ കൊണ്ടുപോയി പരസ്യം ചെയ്യുന്ന ആ കാലങ്ങൾ മാറിയിട്ട് ഇന്നിപ്പം കമ്പ്യൂട്ടറുകളിലും മറ്റെല്ലാ മേഖലകളിലും അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വന്നിരിക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ തന്നെ വരുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും നിലയിൽ നല്ല നിലയിൽ ഉയരാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട്. ബുധനെ ഒന്ന് ശക്തിപ്പെടുത്തുക. കുറേ കൂടെ ഒരു ബുധപൂജകൾ, പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാപേതോ തം ബുധം പ്രണതോസ്മ്യഹം. ബുധനെ അതുപോലെ മരതകരം ധരിക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, തുളസിമാല ചാർത്തുക, പച്ചപ്പട്ട് ദാനം ചെയ്യുക. അതുപോലെ ബുധൻ്റെ ഹോമവിധികൾ 5-8 കർമ്മികളിരുന്ന് ചെയ്യുക. ഉഴുന്ന്, പയറ്, പരിപ്പ് മുതലായവ വസ്തുക്കളിട്ട് ഹോമിക്കുക. ഇതെല്ലാം ബുധനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എത്ര കണ്ട് ശക്തിപ്പെടുത്തുന്നു, ഏതെല്ലാം രീതി ശക്തിപ്പെടുത്തുന്നു, അതെല്ലാം രീതികളിൽ ജീവിത ഉയർച്ചയും തൊഴിൽ ഉയർച്ചയും ഉണ്ടാവുന്നതാണ്. ഭർത്താവിട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു പൊൻതൂവലായിട്ട് മേഡത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പരിവർത്തന പാരമ്പര്യ യോഗം വിജയിക്കട്ടെ. അങ്ങനെ വിജയിച്ചു കഴിയുമ്പോൾ വീണ്ടും ദേവാമൃതത്തിലോട്ട് കത്തയക്കുക. നന്ദി, നമസ്കാരം.